ഒമാനിൽ വിവിധ ഗവർണറേറ്റുകളിൽ കാറ്റ്, മഴ, വെള്ളപ്പൊക്ക മുന്നറിയിപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആഹ്ലാദവും നിരാശയും പങ്കുവച്ച് പ്രവാസ ലോകവും. GCC വനിതാ 2020 ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ ഒമാന് ആദ്യ ജയം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിൽ വിവിധ ഗവർണറേറ്റുകളിൽ മഴയും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച മുതൽ ഡിസംബർ 20 വരെ ഇടവേളകളോടെ ശക്തമായ മഴയും വാദികളിലും താഴ്വരകളിലും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ശക്തമായ വടക്കൻ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തീവ്രതയിൽ മഴ ലഭിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ മുസന്തത്തിൽ മേഘസാന്ദ്രത തുടരുകയും ചിലയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുകയും ചെയ്യും. ബുറൈമി, വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന ഗവർണറേറ്റുകളിലേക്കും മേഘങ്ങൾ വ്യാപിക്കും. ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മുസന്തം, ബുറൈമി, വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന ഗവർണറേറ്റുകളിൽ വീണ്ടും മേഘസാന്ദ്രതയും ഇടവിട്ട മഴയും ഉണ്ടാകുമെന്നാണ് പ്രവചനം. വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാജ്യത്തിന്റെ വടക്കു മേഖലയിലെ ഗവർണറേറ്റുകളുടെ ഭൂരിഭാഗത്തും മോശം കാലാവസ്ഥ തുടരാനാണ് സാധ്യത. മഴയുള്ള സമയങ്ങളിൽ പൊതുജനങ്ങളും വാഹനം ഓടിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കുന്നത് ഒഴിവാക്കണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചു. മലയാളികളായ പ്രവാസികൾ കൂടുതൽ ജോലി ചെയ്യുന്ന മത്രാസുഖിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ത്രിതല തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രവാസികളായ മലയാളികൾക്ക് പറയാനുള്ളത് സമ്മിശ്ര പ്രതികരണമാണ്. ഫലം അനുകൂലമെന്ന് കണ്ടതോടെ UDF-കാരിൽ ആഹ്ലാദം അലയടിച്ചപ്പോൾ LDF-കാരെ മ്ലാന മുഖഭാവത്തിലാണ് കണ്ടത്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയമാണ് കനത്ത തിരിച്ചടിക്ക് കാരണമായത് എന്ന് തലശ്ശേരി ധർമ്മടം സ്വദേശിയായ ഇടതുപ്രവർത്തകൻ നിസാർ സമ്മതിക്കുന്നു. തുടക്കത്തിൽ LDF മുന്നേറ്റം കണ്ട് പേടിച്ചുവെങ്കിലും പിന്നീടുള്ള UDF മുന്നേറ്റം സന്തോഷ വാർത്തയായി മാറിയെന്ന് സൂക്കിലെ ഫാർമസി സ്ക്വയറിലെ ചെരുപ്പ് കച്ചവടക്കാരനായ കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയായ റാഫി പറഞ്ഞു. ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നാൽ 6 മാസം കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF തൂക്കുമെന്ന് ബലദിയ പാർക്കിലെ ഫൈസൽ ഹാപ്പിലാൻഡും ഉറപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഇൻകാസ് മത്രയുടെ ആഭിമുഖ്യത്തിൽ പായസ വിതരണം നടത്തി. ഫസലു പൂവള്ളതിൽ മേക്കുന്ന്, സലാം പൊന്നാനി, ഷാനവാസ് കറുകപ്പുത്തൂര് തുടങ്ങിയവർ നേതൃത്വം നൽകി. KMCC നാദാപുരം മണ്ഡലം കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദം സംഘടിപ്പിച്ചു. KMCC ഓഫീസിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ നിരവധി UDF നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. കേക്കുകൾ മുറിച്ചും മധുര വിതരണം നടത്തിയുമാണ് വിജയം ആഘോഷിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇനി വരുന്നത്. ചെറിയ വോട്ടുകൾക്കാണ് നമുക്ക് നാദാപുരം മണ്ഡലം നഷ്ടമായത്. വലിയ തയ്യാറെടുപ്പ് നടത്തിയ നാദാപുരം പോലെയുള്ള പല മണ്ഡലങ്ങളും നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്നും അതിനാവട്ടെ ഇനിയുള്ള ചർച്ചകളും പ്രവർത്തനവുമെന്ന് മണ്ഡലം നേതാക്കളായ ഫൈസൽ നരിക്കട്ടേരിയും ചന്ദ്രിക അബ്ദുള്ളയും ആഹ്വാനം ചെയ്തു. GCC വനിതാ 2020 ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ ഒമാന് ആദ്യ ജയം. മസ്കത്തിലെ ആമിറാത്ത് ക്രിക്കറ്റ് മൈതാനത്ത് ശനിയാഴ്ച നടന്ന രണ്ടാം മത്സരത്തിൽ സൗദിയെ 167 റൺസിന് തകർത്താണ് ഒമാനി വനിതകളുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺ കുറിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സൗദി 18.4 ഓവറിൽ 36 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഒമാൻ ബഹ്റൈനെയും ഖത്തർ സൗദിയെയും കുവൈറ്റ് UAEയെയും നേരിടും. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.